ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലിലെ നാളെ നടക്കാവുന്ന ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പൊന്നുമടത്തിൽ ലക്ഷ്മിയാണെങ്കിൽ ആകെ വിയർപ്പ് മുട്ടി ഇരിക്കുക കേട്ടോ. കാരണം ആർക്കും തന്നോട് വലിയ സ്നേഹവും കാര്യങ്ങളൊന്നുമില്ല. പൂർണ്ണിമ മാത്രം സംസാരിക്കുന്നു, അങ്ങോട്ട് പോകുന്നു എന്നല്ലാതെ അവിടെ നിൽക്കണമെന്ന് ലക്ഷ്മിക്ക് വലിയ താല്പര്യമില്ല. തൻ്റെ മോൻ പോലും തന്നെ വലിയ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ലക്ഷ്മിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ പല്ലവി ആണെങ്കിൽ സേതുവിനോട് പറയുന്നുണ്ട്, സേതുവേട്ടാ എനിക്കറിയാം സേതുവേട്ടൻ്റെ മനസ്സിൽ മുഴുവൻ അമ്മയടുത്തുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ എന്തിനാ സേതുവേട്ടാ അമ്മേനെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് പല്ലവി ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്, പല്ലവി അമ്മ വളരെ സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടുമാണ് വേണു സാറിൻ്റെ കൂടെ മകൾ മയൂരിയുടെയും കൂടെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതുകൊണ്ട് മാത്രമാണ് അവരുടെ കുടുംബജീവിതം ഇങ്ങനെയായത്. അമ്മയടുത്ത് ഞാൻ പഴയ പോലെ സ്നേഹം കാണിച്ച എനിക്ക് വേണ്ടി അമ്മ ചിലപ്പോൾ ഈ വീട്ടിൽ നിൽക്കും. അത് വേണ്ട, അമ്മക്കൊരു ജീവിതമുണ്ട്. അമ്മക്ക് ഭർത്താവായിട്ട് വേണു സാറുണ്ട്, മകളായിട്ട് മയൂരിയുണ്ട്. അവരുടെ കൂടെ വേണം അമ്മ ജീവിക്കാനായിട്ട്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല ഇവിടെ ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ അമ്മയെടുത്ത് പെരുമാറുന്നത്. സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാൽ അമ്മ ഇവിടെ തന്നെ നിൽക്കുള്ളൂ. അമ്മക്ക് തിരിച്ചു പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി പരുക്കനായിട്ട് ഞാൻ സംസാരിക്കുന്നത്. അമ്മ ഇവിടെ നിന്ന് പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ആ പല്ലവി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മേനെ അവിടെ എത്തിക്കേണ്ട കാര്യങ്ങളല്ലേ സേതുവേട്ടാ നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ ഇവിടെ നിന്നിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അല്ല, നീ എന്താ പല്ലവി പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും അത് വേറൊന്നുമല്ല, നമുക്ക് വേണു സാറിനെ കണ്ട് ഒന്ന് സംസാരിച്ചാലോ. വേണ്ട, അതിനില്ല. എന്നാൽ മയൂരിനെ കണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ശരി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ സേതുവും പല്ലവിയും കൂടി ചേർന്ന് മയൂരിനെ കാണാൻ വേണ്ടി പോകുക കേട്ടോ. മയൂരി സേതുവിനെ പല്ലവിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ പല്ലവി പറയുന്നുണ്ട്, ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാ മോളെ നിന്റെ അടുത്ത് വന്നത്. എന്താ എന്താ ചേച്ചി, എന്താണെങ്കിലും പറഞ്ഞോ. അത് മോൾക്കറിയാലോ, ലക്ഷ്മിയമ്മ ഇപ്പൊ പൊന്നുമടത്തിലാണ് നിൽക്കുന്നത്. ലക്ഷ്മിയമ്മക്ക് മനസ്സൊന്നും അവിടെയല്ല. ലക്ഷ്മിയമ്മക്ക് നിന്നെയും അതുപോലെ തന്നെ വേണുസാറിനും ഒരിക്കലും വിട്ടു നിൽക്കാൻ സാധിക്കുന്നില്ല. അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് വേണുസാറിനോട് ഒന്ന് പറയാവോ അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട്. അമ്മയായിട്ട് എങ്ങനെയാ വീട്ടിൽ കയറുക? അമ്മേനെ അവിടെ നിന്ന് ഇറക്കി വിട്ടല്ലേ, അതുകൊണ്ട് കയറാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാകും. മോളൊന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അമ്മേനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പറയണം എന്ന് പല്ലവി പറയുമ്പോൾ മയൂരി പറയണ്ടേ, ഇല്ല ചേച്ചി അതിനെനിക്ക് സാധിക്കില്ല എന്ന് പറയാണ്. സാധിക്കില്ലെന്നോ? എന്തു പറ്റുമോളെ? അമ്മേനെ അച്ഛൻ്റെ അമ്മയുടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒരു പ്രാവശ്യം ഇതിൻ്റെ പേര് ഞാൻ അച്ഛനോട് പിണങ്ങിയതാണ്. അമ്മേനെ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനും അമ്മയുടെ കൂടെ ഇറങ്ങി പോകുമെന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. അച്ഛനത് വല്ലാത്ത വിഷമമായി. ചേച്ചിക്കറിയാവോ അച്ഛനന്ന് എന്താ ചെയ്തതെന്ന്? എന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പല്ലവി എടുത്ത് പറയാണ്. അതായത് മയൂരിയും കൂടി അമ്മയുടെ കൂടെ പോകുമെന്ന് പറഞ്ഞപ്പോഴേക്കും വേണു അകത്ത് കയറി തോക്ക് വെടിവെച്ച് സ്വയം മരിക്കാൻ നോക്കിയ കാര്യം പല്ലവി എടുത്തും സേതുവിനോടും പറയാട്ടോ മയൂരി. അത് കേൾക്കുമ്പോൾ അവർക്കും ഷോക്ക് ആവണോ. അയ്യോ മോളെ അങ്ങനെയൊക്കെ സംസാരിച്ചോ? അതെ, ഞാനൊരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചാനെ. അതുകൊണ്ട് വേണ്ട ചേച്ചി, ഞാനായിട്ട് ഇനി ഒരിക്കലും ആ കാര്യത്തിൽ ഇടപെടുന്നില്ല. അമ്മയായി അച്ഛനായി അവർ തീരുമാനിക്കട്ടെ. അവരാണ് തീരുമാനം എടുക്കേണ്ടത്. അവർക്ക് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഒന്നിക്കാലോ. നമുക്ക് അത് അവരുടെ തീരുമാനത്തിനെ വെറുതെ വിടാച്ചി എന്നൊക്കെ മയൂരി പറയാണ്. അതിനുശേഷം പല്ലവി സേതുവിനോട് പറയുന്നുണ്ട്, മയൂരി പറഞ്ഞാലും കാര്യമുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്നും കൂടി ആലോചിച്ച് എന്താ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. അതേസമയം ലക്ഷ്മി മൂർത്തിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. മൂർത്തി എടുത്ത് വേറെ സ്ഥലത്തായിട്ട് പോകുന്നത്, പുറത്ത് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. മൂർത്തി എടുത്ത് പറയുന്നുണ്ട്, മൂർത്തി എനിക്ക് നല്ലൊരു വീടോ ഫ്ലാറ്റോ എന്തെങ്കിലുമൊക്കെ ഒന്ന് റെഡിയാക്കി തരണം. അതെന്ത് പറ്റി, പൊന്നുമടത്തിൽ നിൽക്കേണ്ടെന്ന് തീരുമാനിച്ചോ? അത് വേറൊന്നുമല്ല, എനിക്ക് അവിടെ നിൽക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം പോലെ തോന്നുക. കുറ്റബോധമോ? എന്തിന്? അവിടെയുള്ള ആരും എന്നോട് മോശമായിട്ടോ ദേഷ്യപ്പെട്ടോ ഒന്നും പറയുന്നില്ല. എന്നെ വേറെ വഴക്ക് പോലും പറയുന്നില്ല. അവരെല്ലാവരും ഇപ്പോൾ ചെറിയ സ്നേഹത്തിലൊക്കെ എന്നോട് പെരുമാറുന്നത്. പൂർണ്ണിമയുടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് വിയർപ്പ് മുട്ടുന്നു. ആ സ്നേഹമൊന്നും അനുഭവിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. ഞാനതുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ കുടുംബം കൂടി പ്രശ്നത്തിലാകും. അതുകൊണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. ശരി, ഞാൻ നോക്കാം മേഡം എന്ന് മൂർത്തിയും പറയുവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മീഷണർ ആണെന്നുണ്ടെങ്കിൽ ഒരു പോലീസിനോട് പറയണ്ടല്ലോ, ഒരു ഷാഡോ പോലീസിനെ അറേഞ്ച് ചെയ്യണം ഈ ഒരു കേസ് അന്വേഷിക്കാനായിട്ടെന്ന്. അങ്ങനെ നാളെ ഒരു പോലീസുകാരൻ വരുവാട്ടോ കേസ് അന്വേഷിക്കാൻ വേണ്ടി തന്നെ. കേസിന്റെ ചുമതല എല്ലാം തന്നെ ആ പുള്ളിക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ വേണം ഇനി മാധവൻ നായരുടെ ആ ഒരു കേസ് അന്വേഷിക്കാനായിട്ട്. ഈ കേസിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, അതിലുപരി എൻ്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ഇന്നലെ എനിക്കൊരു കത്ത് കിട്ടി. അത് കത്ത് കിട്ടി കഴിഞ്ഞപ്പോഴാണ് ഞാനും അതേക്കുറിച്ച് കൂടുതൽ ആലോചിച്ചത്. അതെ, ആ കത്തിലൂടെ മാധവൻ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് അയാളുടെ കേസ് അന്വേഷിച്ച് റെഡിയാക്കിയേ പറ്റൂ. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല.
എത്രയും പെട്ടെന്ന് തന്നെ ആ കേസ് തെളിയിക്കണം. ശരി സർ, ഓക്കെ, ഞാൻ പെട്ടെന്ന് തന്നെ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് ആ ഷാഡോ പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ കമ്മീഷണർ പ്രത്യേകം പറയുന്നുണ്ട്, നോക്ക്, നിങ്ങൾ ആ വീട്ടിലെ ഒരാളെ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് സൗഹൃദം കാണിക്കുന്ന ഒരാളെ പോലെ ഒന്നും കയറി ചെല്ലരുത് സാർ, അതൊക്കെ എനിക്ക് വിട്ടേക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഷാഡോ പോലീസ് നാളെ അയാളുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതാക്കുവാട്ടോ. അതായത് നമ്മുടെ മാധവൻ നായരുടെ കേസിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുവാണ്. ആ കത്ത് എഴുതിയത് മിക്കവാറും പല്ലവി ആയിരിക്കും, അല്ലെങ്കിൽ ലക്ഷ്മി ആയിരിക്കും, ഇതിലാരെങ്കിലും ആവാനേ ചാൻസ് ഉള്ളൂ. അങ്ങനെ അയാൾ അങ്ങനെ കേസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമല്ലോ. പക്ഷെ അതിനു വേണ്ടി പൊന്നുമടത്തിൽ ആരെങ്കിലൊക്കെ ആയിട്ട് അവിടെ നിന്ന് സൗഹൃദത്തിലാവണം. അങ്ങനെ പെട്ടെന്ന് സൗഹൃദത്തിലാവാൻ പറ്റത്തുമില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഇടിച്ചു കയറാൻ പറ്റുന്ന സൗഹൃദവും ആദ്യം തന്നെ പറ്റില്ലല്ലോ. ആ വീട്ടിൽ ആരാ ഒന്ന് സൗഹൃദത്തിലാകുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാഡോ പോലീസ്. ആ സമയത്താണ് മനസ്സിലാവുന്നത് നമ്മുടെ സേതുവിന്റെ മൂന്നനിയത്തിമാരാണ്. രണ്ടുപേരുടെ കല്യാണം കഴിഞ്ഞ് ഒരാളുണ്ട് അല്ലെ, സ്വാതി. അതെ, സ്വാതിയായിട്ട് ഒരു കൂട്ടുകൂടി എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് ആ വീട്ടിലേക്ക് കയറി പറ്റിയാലോ എന്ന് നമ്മുടെ ഷാഡോ പോലീസ് ആലോചിക്കാട്ടോ. അങ്ങനെ നമ്മുടെ സ്വാധീനെ കാണിക്കുകയാണ്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സ്വാധീനെ കാണിക്കുന്നത്. അതായത് ആ പഴയ സ്വാതി ഉണ്ടല്ലോ, ആ കുട്ടി മാറി വേറൊരു പുള്ളിക്കാരത്തിയാണ് ഇനി സ്വാതിയായിട്ട് വരുന്നത്. അപ്പൊ ആ സ്വാധീന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ ഷാഡോ പോലീസ് സഹായിക്കുകയാണ്. പക്ഷെ ഷാഡോ പോലീസ് ആണെന്ന് സ്വാതിക്ക് അറിയില്ല. സ്വാതി നോക്കുമ്പോഴേക്കും നല്ലൊരു ചെറുപ്പക്കാരൻ തന്നെ സഹായിച്ചു. പിന്നെ ആ ചെറുപ്പക്കാരുടെ സൗഹൃദത്തിലാവാണ്. പിന്നീട് പതുക്കെ അങ്ങനെ വീട്ടിലേക്ക് വരാനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം വീട്ടിലെല്ലാവരും ഉള്ളപ്പോഴട്ടോ അതെല്ലാവരുമായിട്ട് സംസാരിക്കാൻ ഇടപഴകാൻ എല്ലാവരും നല്ല പയ്യൻ എന്ന് പറയണ രീതിയിലേക്ക് ആവുന്നുണ്ട്. അതിനുശേഷമാണ് പതുക്കെ പതുക്കെ ആ വീട്ടിലെ ഒരാള് തന്നെയാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് നമ്മുടെ ഷാഡോ പോലീസ് ആയിട്ടുള്ള ആ പുള്ളി മനസ്സിലാക്കുന്നത്. പക്ഷെ അത് ആരാണെന്ന് അപ്പോഴും മനസ്സിലാവണില്ല. പിന്നീട് പൂർണ്ണിമയുടെ വായിന്ന് പല പല ഹിന്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ മാധവൻ ഇങ്ങനെ ഇങ്ങനെ മരുന്ന് കഴിക്കുമായിരുന്നു, ഭക്ഷണത്തിന് മുമ്പും ശേഷമൊക്കെ മരുന്ന് കഴിക്കുമായിരുന്നു. മരുന്ന് കഴിച്ചില്ലെങ്കിൽ അസ്വസ്ഥത വരും. അപ്പൊ അവസാന ദിവസം എന്താണ് സംഭവിച്ചത്, അന്ന് എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അറിയാത്ത പോലെയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാണ് നമ്മുടെ ഷാഡോ പോലീസ്. അങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ പല്ലവി പറയാണ്. പിന്നെ ബാക്കി അച്ചുവും പറയുന്നുണ്ട്. കാരണം അച്ചു ആണല്ലോ ആ ഹോസ്പിറ്റൽ കേസിലൊക്കെ അവസാനം വരെ കൂടെ ഉണ്ടായത്. അങ്ങനെ അച്ഛനോട് ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെയാണ് പിന്നീട് മനസ്സിലാക്കുന്നത് മാധവൻ മരിക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായത് പ്രതാപനായിരുന്നു. പ്രതാപനാണ് അന്ന് വണ്ടി ഓടിച്ച് മാധവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത്. ആ ബാക്കി കാര്യങ്ങൾ പ്രതാപനോട് ചോദിച്ചാൽ മനസ്സിലാക്കുമെന്ന് ഷാഡോ പോലീസിന് മനസ്സിലാവാണ്. അങ്ങനെ പിന്നീട് പ്രതാപനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് പ്രതാപൻ ഒരു ലോക ഉടായിപ്പാണ്. അയാള് പണത്തിനും അതുപോലെ തന്നെ സ്വത്തിന് വേണ്ടി സ്വന്തം കൂടപ്പിറപ്പിനെ വരെ ചതിക്കാൻ തയ്യാറുള്ള ഒരാളാണെന്നൊക്കെ. അങ്ങനെ പിന്നെ പതുക്കെ പ്രതാപനിലേക്ക് കേസ് എത്തുന്നുണ്ട്. പിന്നെ നാളെ നമ്മുടെ രാജലക്ഷ്മി ഋതുവിനെ വിളിക്കാൻ വേണ്ടി പൊന്നുമടത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഋതു പോകില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ കാര്യം നിൽക്കാണ്. അപ്പൊ അച്ചുവും പറയുന്നുണ്ട് ഋതുക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞങ്ങൾ അവളെ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്ന് അച്ചുവും പറയുന്നുണ്ട്. രാജലക്ഷ്മി അവിടെ നാണം കെട്ട് തിരിച്ചു പോവാട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ടേക്ക് കെയർ, ബൈ ബൈ.